ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ആൻ എക്സ്പ്ലെയിനർ. അപ്പോൾ ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സ്പൈ എക്സ് ഫാമിലി സീസൺ 1 എപ്പിസോഡ് 3 ആണ്. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ സ്പൈ എക്സ് ഫാമിലിയുടെ മലയാളം എക്സ്പ്രഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരുടെ ഉള്ളിലും ഒരു സീക്രട്ട് കാണും. അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിയുടെ അടുത്തും പറയാത്തൊരു സീക്രട്ട്. അതുപോലത്തെ ഒരു സീക്രട്ട് ഈ ഒരു ഫാമിലിക്കകത്തുമുണ്ട്. വേൾഡ് വാർ ക്രിയേറ്റ് ചെയ്യാൻ കാരണമായിട്ടാണ് വെസ്റ്റ് എന്ന കൺട്രിയും ഓസ്ട്രേലിയ എന്ന കൺട്രിയും. അപ്പോൾ വെസ്റ്റ് നിന്നും അപ്പോയിന്റ് ചെയ്ത ഒരു സ്പൈ ആണ് ഏജന്റ് ട്വൈലറ്റ്. അപ്പോൾ ഏജന്റ് ട്വൈലറ്റിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ലോകത്തിന് സമാധാനം കൊണ്ടുപോകുക. ഏജന്റ് ട്വൈലറ്റ് ചെയ്യുന്ന ഓരോ മിഷൻസും അത് പക്കാ കറക്റ്റ് ആയിരിക്കും. ആ ഒരു മിഷൻസ് അവൻ സക്സസ്ഫുള്ളി ജയിക്കുന്നതുമാണ്. അതുപോലെ തന്നെ ലോകത്തിന് സമാധാനം വീണ്ടും നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അവന്റെ അടുത്ത മിഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഫാമിലിയെ ക്രിയേറ്റ് ചെയ്യുക. ആ ഫാമിലി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന ബാക്ക്ഗ്രൗണ്ട് വൈസിൽ കൂടെ ഒരാൾ കഴിഞ്ഞ 2 എപ്പിസോഡിനെ പറ്റിയുള്ള റീക്യാപ്പ് തരികയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് യൂറ് ഇപ്പോൾ വയലറ്റിന്റെ വീട്ടിലോട്ട് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. യൂറിനെ കണ്ട വയലറ്റ് നീ ഇത്ര പെട്ടെന്ന് എത്തിയോ, വാ വീട്ടോത്തോട്ട് വാ എന്ന് പറഞ്ഞ് അവളെ വീട്ടോത്തോട്ട് വിളിക്കുന്നുണ്ട്. എന്റെ റൂം എവിടെയാണ് എന്ന് യൂറ് വയലറ്റിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വയലറ്റ് പറയുന്നുണ്ട് ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും 2 സെപ്പറേറ്റ് റൂംസ് ആണുള്ളത്. പക്ഷേ ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരു റൂമാണ്. ആ റൂമൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട്. യൂറിനെ കണ്ടതും ആന്റിയ അമ്മ പറഞ്ഞ അടുത്ത് വരുന്നുണ്ട്. ഈ വീട്ടിലത്തെ മേൽനോട്ടക്കാരൻ അഥവാ ഒരു സൈക്കാട്രിസ്റ്റ്, പക്ഷേ റിയൽ ഐഡന്റിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു സ്പൈ ആണ്. കോഡ് നെയിം ഏജന്റ് വയലറ്റ്. ഈ വീട്ടിലത്തെ അമ്മ പേര് യൂർ ബ്രയേഴ്സ്. ജോലി തൊട്ടടുത്ത മോളിലത്തെ ഒരു അസിസ്റ്റന്റ് ആണ്. കോഡ് നെയിം ത്രോൺ പ്രിൻസസ് എന്നാണ്. യഥാർത്ഥ ജോലി അസാസിൻ ആണ്. ഈ വീട്ടിലത്തെ ഒരേ ഒരു മോൾ പേര് ആനിയ. പവർ എന്താന്ന് വെച്ചാൽ തെളിപ്പതിയാണ്. കോഡ് നെയിം പ്രത്യേകിച്ചില്ല. ഒരു വർഷത്തിന് മുന്നേ കല്യാണം കഴിഞ്ഞ പോലത്തെ ഒരു സർട്ടിഫിക്കറ്റ് ഏജന്റ് വയലറ്റ് ഒപ്പിക്കുകയാണ്. എന്നാൽ മാത്രമേ സ്കൂളിലത്തെ ആർക്കും ഡൗട്ട് അടിക്കാതെ അവർക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോഴെങ്കിൽ യൂർ അവളെ മനസ്സിൽ ആലോചിക്കുകയാണ്. എന്റെ അസാസിനേഷൻ മാനേജറും പറഞ്ഞു എന്നോട് കല്യാണം കഴിച്ചോളാനെന്ന്. ആനി ആണെങ്കിൽ യൂറിന് ആ ഒരു വീട് മൊത്തം ചുറ്റി കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവളെ ബൊമ്മേനെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനുശേഷം ആനിയ യൂറിന്റെ റൂം കാണിച്ചു കൊടുക്കുന്നുണ്ട്. യൂർ പറയാണ് ഈ റൂം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. അപ്പോൾ വയലറ്റ് പറയുന്നതിന് ശേഷം പറയാണ് നിനക്ക് വേണ്ടി ബാത്റൂം ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ആനിയ പറയാണ്. അപ്പോഴെനിക്ക് വയലറ്റ് പറയാണ് എന്ത് വെള്ളം കമത്തിയിട്ടാണോ നിന്റെ ഹെൽപ്പ്, ഞാൻ നിന്റെ സാധനങ്ങളെല്ലാം റൂമിനകത്ത് കൊണ്ടുവയ്ക്കാൻ സഹായിക്കാം എന്ന് വയലറ്റ് പറയുമ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു സാധനവും ഇല്ല. അപ്പോൾ തന്നെ യൂർ എല്ലാ സാധനം വിത്തിൻ സെക്കൻഡ്സ് എല്ലാം റൂമിൽ അസംബിൾ ചെയ്യാണ്. വയലറ്റ് യൂറിന്റെ റൂമിലോട്ട് കയറുമ്പം അവിടെ അവളുടെ ബ്രദറിന്റെ ഫോട്ടോ കാണണം. അപ്പോൾ വയലറ്റ് ചോദിക്കണം ഇതാണ് നിന്റെ ബ്രദറിനെ പെട്ടെന്ന് തന്നെ മീറ്റ് ചെയ്യണം, കാര്യം പറയണ്ടേ നമ്മൾ മാരേജ് ചെയ്ത കാര്യം. അപ്പോഴാണെങ്കിൽ അവൾ പറയുന്നുണ്ട് അതെ പെട്ടെന്ന് തന്നെ പറയണം, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് ആനിയ യൂറിന്റെ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ യൂർ പെട്ടെന്ന് തടയാണ് അവളെ. അത് ഞാൻ തന്നെ എടുത്ത് വെച്ചോളാം ആനിയ എന്ന് പറഞ്ഞിട്ട് അവളെ മനസ്സിൽ ആലോചിക്കുകയാണ്. ഇതിനകത്ത് എൻ്റെ വെപ്പൺസും കുറേ പോയിസൺസും ഉണ്ട്, ഇത് ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ അവരിപ്പോൾ തന്നെ മരിച്ചു. അപ്പോൾ ആനിയ പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞ് മാറുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് വയലറ്റ് ആനിയക്ക് യൂറിന് വേണ്ടി കുറേ കുക്കീസ് ഉണ്ടാക്കുന്നുണ്ട്. ഓ താങ്കൾ കുക്ക് ചെയ്യാറുണ്ടല്ലേ, കാണാൻ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവളെ കുക്കീസ് വെച്ചതിന് ശേഷം പറയാണ് നല്ല ഡിലീഷ്യസ് ആയിട്ടുണ്ട്. ആ കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനും കൂടെ അച്ഛനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴെനിക്ക് വയലറ്റ് അവൻ്റെ മനസ്സിൽ പറയുകയാണ് എന്ത് മൈദ കമത്തിയിട്ടാണ് നിന്റെ ഹെൽപ്പ്. എന്നിട്ട് വയലറ്റ് അവരോട് പറയാണ് ഈ സ്കൂളിലത്തെ ഇന്റർവ്യൂ കുറച്ച് പാടായിരിക്കും, ക്വസ്റ്റ്യൻസ് പാരൻസിനോട് ചോദിക്കാറുണ്ട് എന്നും പറഞ്ഞ് വയലറ്റ് സ്കൂളിലത്തെ പ്രിൻസിപ്പലിനെ പോലെ ഡ്രസ്സ് മാറിയതിനു ശേഷം അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ ആനിയോടാണ് ആദ്യം ചോദിക്കുന്നത് ഹേയ് കുട്ടി നിന്റെ പേരും നിന്റെ അഡ്രസ്സും പറയൂ. അപ്പോഴാണെങ്കിൽ ആനിയ പറയുന്നുണ്ട് എൻ്റെ പേര് ആനിയ ഫോഡ്ജർ, എൻ്റെ അഡ്രസ്സ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീട്ടുപേര് അറിയില്ല. ഓക്കെ നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ പേരെന്താണ്, അത് ആനിയ വീട് എന്ന് ആനിയ അവരോട് പറയുകയാണ്. ഓക്കെ ആനിയ വീട്ടിലിരിക്കുമ്പം എന്താണ് ചെയ്യാറുള്ളത്, അത് പിന്നെ അച്ഛന് വെളിയിൽ പോകുമ്പോൾ വീട് പൂട്ടിയിട്ട് പോകാറുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ TV കാണും, അത് കാണാൻ ഭയങ്കര രസമാണ് എന്ന് വയലറ്റിനോട് അവൾ പറയാണ്. അപ്പോഴാണെങ്കിൽ വയലറ്റ് യൂറിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങുകയാണ്. എന്തുകൊണ്ടാണ് മാഡം നിങ്ങൾ എയ്ഡൻ കോളേജ് തിരഞ്ഞെടുക്കാൻ കാരണം. അപ്പോഴാണെങ്കിൽ യൂർ പറയാണ് അവനോട് അത് പിന്നെ ഈ എയ്ഡൻ കോളേജ് എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു നല്ലൊരു കോളേജാണ്, കാര്യം പിള്ളേരുടെ വേറെ ലെവലിൽ എത്തിക്കുന്ന ഒരു സ്കൂളാണിത്. പറഞ്ഞു വരുന്ന മാഡത്തിൻ്റെ കുട്ടീനെ അടുത്ത സ്റ്റെപ്പിലോട്ട് എത്തിക്കാനാണോ ഈ സ്കൂളിൽ ചേർക്കുന്നത്. അപ്പം മാഡം ഞാൻ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും. അപ്പോൾ യൂർ പറയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നു വെച്ചാൽ ഒരാളെ തലയടിച്ച് പൊളിക്കും, അല്ലെങ്കിൽ അയാളെ കൊന്നിട്ട് കയറിപ്പോകും എന്നും പറഞ്ഞ് അവളുടെ അസാസിനേഷൻ ലാംഗ്വേജിൽ വയലിന് റിപ്ലൈ കൊടുക്കുകയാണ്. ഇത് നടക്കില്ലെന്ന് മനസ്സിലാക്കിയ വയലറ്റ് അവൻ്റെ മനസ്സിൽ പറയാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും പാടുടെ മിഷൻ ചെയ്തിട്ട് പോലുമില്ല. ഇത് കണ്ട യൂറ് വയലറ്റിനോട് പറയാണ് എന്ത് പറ്റും. അപ്പോൾ വയലറ്റ് പറയാണ് ഈ ഒരു ടെസ്റ്റ് നമുക്ക് കുറച്ച് പാടായിരിക്കും എന്നും പറഞ്ഞിട്ട് അവരെ കൂട്ടിക്കൊണ്ട് വെളിയിലോട്ട് പോവുകയാണ്. അവളെ ചേർക്കാൻ പോകുന്ന ഒരു VIP സ്കൂളായതുകൊണ്ട് തന്നെ VIP ഫാമിലീസ് ഒക്കെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നു അന്ന് അറിയാൻ വേണ്ടിയാണ് ഇവരൊക്കെ കൂട്ടിക്കൊണ്ട് വെളി വന്നിരിക്കുന്നത്. അപ്പോൾ ആനിയൻ്റെ കയ്യിൽ യൂറ് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ യൂറ് അവളെ മനസ്സിൽ പറയാണ് ചെറുപ്പത്തിൽ ഇതുപോലെ ആനിയനെ പിടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവൻ്റെ കൈനെ അറിയാതെ ഓടിച്ചു. ഇത് തെളിപ്പത്തിക്കിലേക്ക് കേട്ട ആനിയ ഒരു ബോർഡിനെ പുറകെ പോയിട്ട് പേടിച്ചിട്ട് വിളിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ യൂറ് പറയാണ് ഇവളെന്താ എപ്പോഴും ഇതുപോലെ. അപ്പോഴാണെങ്കിൽ വയലറ്റ് ഒരു ടിക്കറ്റ് എടുത്തതിന് ശേഷം പറയാണ് ഏറ്റവും കൂടുതൽ പണക്കാർ പോകുന്ന ഒരു ഷോയിൽ ടിക്കറ്റ് എൻ്റെ ഉണ്ട്, നമുക്ക് അവിടെ പോകാം എന്നും പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ ആ ഒരു ഷോയിൽ പോയിരിക്കുകയാണ്. VIP പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ ആനിയെ ചേർക്കാൻ പോകുമ്പോൾ ആനിയ എങ്ങനെ VIP പെരുമാറണം എന്നറിയാൻ വേണ്ടിയാണ് ഈ ഒരു ഷോയിലോട്ട് കൊണ്ടുവന്നത്. പക്ഷെ അവളിപ്പോൾ കിടന്ന് ഉറങ്ങുകയാണ്. എന്നിട്ട് വയലറ്റ് അവർ രണ്ടരെയും കൊണ്ട് ഒരു മ്യൂസിയത്തിലോട്ട് പോവുകയാണ്. അപ്പോഴെനിക്ക് ആനിയ പറയണം നോക്കാച്ച ഈ ഒരു പെണ്ണിന് തുണിയില്ല. യൂറിന് നോക്കുമ്പോൾ യൂർ ഒരു ഏൻഷ്യൻലി ആൾക്കാരെ കൊല്ലുന്ന ഒരു മിഷനിൽ നോക്കി അവൾ കൂളെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛാ ഞാൻ അവിടെ പോയി പടം വരച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആനിയ അവിടെ പോവുകയാണ്. എൻ്റെ അച്ഛൻ ഒരു സ്പൈ, എൻ്റെ അമ്മ ഒരു അസാസിൻ എന്ന് പറഞ്ഞ് അവളുടെ മനസ്സിലുള്ള എല്ലാം അവൾ ഇവിടെ വരച്ചു വെക്കുകയാണ്. ആനിയ വരയ്ക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമില്ല, നീ എന്താ വരച്ചത് എന്ന് പറഞ്ഞിട്ട് വയലറ്റ് അവളുടെ പടം കാണാൻ വേണ്ടി അവിടെ വരികയാണ്. അപ്പോഴേക്കും ആനിയ അവളെ മനസ്സിൽ ആലോചിക്കുകയാണ്
അയ്യോ അച്ഛൻ ഈ പടം കാണുകയാണെങ്കിൽ എനിക്ക് മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള സീക്രട്ട് കണ്ടുപിടിക്കും, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആനി അവളെ മനസ്സിൽ ആലോചിക്കുകയാണ്. പക്ഷെ വയലറ്റ് വന്നിട്ട് അവൾ വരച്ച പടം നോക്കുമ്പം ഒന്നും മനസ്സിലാവുന്നില്ല. കാര്യം കൊച്ചു പിള്ളേർ എന്തെങ്കിലുമൊക്കെ വരച്ചാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ലല്ലോ. ഒരു വഴിക്ക് രക്ഷപ്പെട്ടെ. അവിടെ നിന്ന് കട്ട് ചെയ്ത് യൂറിന് കുറച്ച് VIP ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കഴിഞ്ഞ എപ്പിസോഡിൽ പോയ തുണിക്കടയിലോട്ട് പോവുകയാണ്. എനിക്ക് ആൻറ്റി തച്ചെന്ന എല്ലാ ഡ്രസ്സും ഭയങ്കര ഇഷ്ടപ്പെട്ടു, പിന്നെ ആൻറ്റി തന്ന ആ ഡ്രസ്സാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് എന്ന് പറഞ്ഞ് ആനി ആ ഒരു സ്റ്റാഫിനോടെല്ലാം പറയുകയാണ്. അപ്പോൾ വയലറ്റ് ആ സ്റ്റാഫിനോട് പറയാണ് ഇവക്ക് കുറച്ച് VIP കോസ്റ്റ്യൂംസ് ഇറങ്ങണം. അപ്പോഴാണെങ്കിൽ ആ ഒരു സ്റ്റാഫ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏത് കളർ ഡ്രസ്സാണ് വേണ്ടത്. അപ്പോൾ യൂർ പറയാം എനിക്ക് റെഡും ബ്ലാക്കും ആണ് വേണ്ടത്. അപ്പോൾ വയലറ്റ് യൂറിനോട് ചോദിക്കുകയാണ് നിന്റെ ഫേവറേറ്റ് കളർ റെഡും ബ്ലാക്കും ആണ്. അപ്പോഴാണെങ്കിൽ അവളെ മനസ്സിൽ ആലോചിക്കുകയാണ് അതെ, കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ബ്ലഡ് തെറിക്കുകയാണെങ്കിൽ ബ്ലഡ് ഉള്ളതായിട്ട് മനസ്സിലാവില്ല. ഇത് തെളിപ്പത്തിക്കലി കേട്ട ആനിയെ പേടിക്കുകയാണ്. വീണ്ടും ഈ കടയിൽ തുണിയെടുക്കാൻ വരണമേ എന്നാൽ സ്റ്റാഫ് അവരോട് പറയുന്നുണ്ട്. അപ്പോൾ യൂറ് അവനോട് പറയാണ് നമുക്കിനി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് നല്ല കല്യാണത്തിലെ ഡ്രസ്സ് എടുക്കാം. എടുക്കാലോ എന്ന് വയലറ്റ് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവരെല്ലാം നല്ല ഡ്രസ്സിലായതുകൊണ്ട് തന്നെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് വയലറ്റ് ചേർന്നിട്ട് ഒരു ഫാമിലി ഫോട്ടോ എടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നമ്മളെ പറ്റിയ സംശയം വരാതിരിക്കുള്ളൂ എന്ന് വയലറ്റ് അവൻ്റെ മനസ്സിൽ ആലോചിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ വയലറ്റും പിന്നെ അവർ രണ്ടുപേരും ചേർന്നിട്ട് ഒരു പൊളിറ്റീഷ്യൻ്റെ സ്പീച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് ആനിയൊക്കെ അവിടേക്ക് എല്ലാവരുടെയും മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അവർക്ക് തലവേദന എടുക്കുകയാണ്. അപ്പോൾ വയലറ്റ് പറയാണ് ഇവർക്ക് സോഷ്യൽ ആൻസിറ്റി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണ്. അപ്പോൾ ആനിയ സാധാരണ കുട്ടികളെ പോലെ ഫോർക്കും നൈഫും എടുക്കാതെ അവൾ കൈകൊണ്ട് ഫുഡ് കഴിക്കാൻ നോക്കിയാണ്. അപ്പോഴേക്ക് വയലറ്റ് പറയാണ് അവളോട് ആനിയ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കും. അതിനുശേഷം വയലറ്റ് യൂറിനെ നോക്കുമ്പോൾ യൂറാണെങ്കിൽ ആ നൈഫ് വല്ലാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു അസാസിനെ പോലെ. ആ വയലറ്റ് ഈ മിഷൻ നന്നായിട്ട് പോകാൻ തോന്നുന്നില്ല. അല്ല എന്ത് പറ്റി, സെലക്ട് ചെയ്ത് കുട്ടിയാണോ കാരണം? അല്ല, ഈ ഒരു മിഷനിൽ സാധാരണ ആൾക്കാരും ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇതുകൊണ്ട് യൂറ് വയലറ്റിനോട് പറയാണ് എന്ത് പറ്റി, താങ്കൾ ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ, വാ നമുക്കൊരു പാർക്കിലോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് അവരൊരു പാർക്കിലോട്ട് പോവുകയാണ്. ആ ഒരു പാർക്ക് ആനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയാണ്. അപ്പോഴാണെങ്കിൽ വയലറ്റ് അവളോട് ചോദിക്കുകയാണ് എന്നൊക്കെ ഞാൻ ഈ പാർക്ക് അറിയാം. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇതെൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കുറേ നാളായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പാർക്കാണിത്. അവർ നിൽക്കുന്ന ആ ഒരു ടോപ്പ് വ്യൂവിൽ നിന്നും ആ ഒരു പാർക്ക് നോക്കാൻ ഭയങ്കര ഭംഗിയുണ്ട് എന്ന് വയലറ്റ് അവനെ മനസ്സിൽ ആലോചിക്കുകയാണ്. അവരെന്നെ നോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മുത്തശ്ശീൻ്റെ ബാഗ് ഒരു കള്ളൻ എടുത്തുകൊണ്ട് പോകുന്നത്. ഇത് നോയിക്കൊണ്ടിരിക്കുമ്പോൾ വയലറ്റ് പറയാണ് ഇപ്പോഴും ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ യൂറ് ചാടി പോയിട്ട് ആ കള്ളനെ പിടിക്കാൻ വേണ്ടി ഓടി പോവുകയാണ്. പക്ഷേ യൂറ് ചാടി പറന്ന് ആ ഒരു സ്ട്രീറ്റിൻ്റെ അകത്തോട്ട് പോകുമ്പം ആ ഒരു കള്ളൻ അതിനിടയ്ക്ക് തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ യൂറ് തിരിച്ച് ആ മുത്തശ്ശിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് പേടിക്കേണ്ട മുത്തശ്ശി, ഞാൻ എന്തായാലും ആ കള്ളനെ പിടിക്കുന്നതായിരിക്കും. അയ്യോ ഞാൻ അവരെ മറന്നുപോയി എന്ന് പറഞ്ഞ യൂറ് വയലറ്റിനെ ആനിയെ നോക്കുമ്പോൾ വയലറ്റ് ആനിനെ കൊണ്ട് സ്പീഡിൽ ഓടിപ്പോവുകയാണ്. ആരെയും കണ്ണിൽ ഞാൻ കാണാൻ പാടില്ല. അല്ല ആ കള്ളൻ എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് വയലറ്റ് ഒരു കൂട്ടത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആനിയെ അവളുടെ മൈൻഡ് റീഡിംഗ് പവറുടെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അവൾക്ക് വീണ്ടും തലവേദന വരികയാണ്. കാര്യം അവിടെ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ. അയ്യോ നിനക്ക് എന്ത് പറ്റി, വീണ്ടും നിനക്ക് തലവേദന വല്ലതും വന്നോ എന്ന് പറഞ്ഞ വയലറ്റ് ആനിയുടെ തലയിൽ തൊടുകയാണ്. അപ്പോൾ ആനി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവനെ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ആനി ആണെങ്കിൽ ആ ഒരു കള്ളനുള്ള ഡയറക്ഷനിൽ അവളെ കൈ നീട്ടിയതിനു ശേഷം പറയാണ് അച്ഛ ആ ഒരു കടയിലത്തെ കേക്ക് എനിക്ക് വാങ്ങിച്ചു തരണം. അപ്പോഴാണെങ്കിൽ വയലറ്റ് പറയുന്നുണ്ട് നീ ഇപ്പോഴല്ലേ കേക്ക് കഴിച്ചത്. അപ്പോൾ വയലറ്റും ആ ഒരു കള്ളനെ കാണുകയാണ്. അപ്പോഴാണെങ്കിൽ യൂറ് അവിടെ ഓടി വരികയാണ്. അപ്പോൾ വയലറ്റ് പറയുന്നുണ്ട് ഇവളെ നോക്ക് എന്ന് പറഞ്ഞിട്ട് വയലറ്റ് ചാടി പോയിട്ട് ആ കള്ളനെ പിടിക്കുകയാണ്. ഇവനൊരു കള്ളനാണ്, ഇവനെ പെട്ടെന്ന് തന്നെ പോലീസിൽ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വയലറ്റ് അവിടെ നിന്ന് ഓടി പോവുകയാണ്. അതിനുശേഷം ആ ഒരു കള്ളൻ ആ ഒരു അമ്മൂമ്മേൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയ പേഴ്സ് തിരിച്ച് ആ ഒരു അമ്മൂമ്മേൻ്റെ കയ്യിൽ തന്നെ യൂറ് കൊടുക്കുകയാണ്. എൻ്റെ കൊച്ചുമോനെ ഗിഫ്റ്റ് വാങ്ങി വെച്ചിരുന്ന പൈസയാണ്, അപ്പോഴാണ് ഈ കള്ളൻ എടുത്തുകൊണ്ട് പോയത്, എന്തായാലും തിരിച്ചൊന്നതിന് താങ്ക് യു ഉണ്ട് എന്ന് ആ ഒരു അമ്മൂമ്മ അവളോട് പറയണം. അപ്പോഴാണെങ്കിൽ അവൾ പറയണം ഞാനല്ല ആ ഒരു കള്ളനെ പിടിച്ചത്, എൻ്റെ ഭർത്താവാണ്. അപ്പോഴാണെങ്കിൽ ആ അമ്മൂമ്മ അവൻ്റെ അടുത്തും പോയിട്ട് താങ്ക് യു പറയുന്നുണ്ട്. നിങ്ങളെ പോലത്തെ ജെന്റിൽമാൻസ് ആണ് ഈ സൊസൈറ്റിക്ക് വേണ്ട എന്ന് പറഞ്ഞ അമ്മൂമ്മ വയലറ്റിന് കൈ കൊടുക്കുകയാണ്. ലോകത്തിന് വേണ്ടി നല്ലത് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് റിവാർഡായിട്ടൊന്നും കിട്ടാറില്ല, പക്ഷേ ഇത് ചെയ്തപ്പം എനിക്ക് എന്തോ നല്ല റിലാക്സ്ഡ് തോന്നുന്നുണ്ട് എന്ന് വയലറ്റ് അവനെ മനസ്സിൽ ആലോചിക്കുകയാണ്. താങ്ക് യു യൂർ, ഇപ്പോൾ നീ കാരണം എൻ്റെ മൈൻഡ് ഇപ്പോൾ നല്ല ഫ്രഷ് ആണ് എന്ന് പറഞ്ഞിട്ട് യൂറും വയലറ്റും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആനി പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് ഇപ്പോൾ ഫ്ലേർട്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം വയലറ്റ് പറയണില്ല നമ്മൾ ഫ്ലേർട്ട് ചെയ്തിട്ടില്ല. അപ്പോഴാണെങ്കിൽ ആ അമ്മൂമ്മ പറയാണ് നിങ്ങളെ ഫാമിലി കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്, എന്ത് ഫാമിലിയോ എന്ന് പറഞ്ഞിട്ട് വയലറ്റ് അവനെ മനസ്സിൽ ആലോചിക്കുകയാണ്. അവർ അന്നത്തെ ദിവസം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തതിനു ശേഷം അവരെ വീട്ടിലോട്ട് വരികയാണ്. അപ്പോഴെങ്കിൽ യൂറ് ആ അമ്മൂമ്മ പറഞ്ഞ കാര്യം ആലോചിച്ച് നോക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഫാമിലി ഇരിക്കാൻ കൊള്ളാം എന്ന് യൂറ് അവളെ മനസ്സിൽ ആലോചിക്കുകയാണ്. വയലറ്റിനും അങ്ങനെ തന്നെയാണ്, വയലറ്റിന് ഫാമിലി ഇരിക്കാൻ നല്ല ഇഷ്ടമുണ്ട്. അപ്പോൾ ശരി വാ നമുക്ക് ഒന്നുകൂടി ഇന്റർവ്യൂ എടുക്കാം എന്ന് വയലറ്റ് അവരോട് പറയാണ്. അപ്പോൾ ശരി ആനിയ നിന്റെ ഫ്രീ ടൈമിൽ നീ എവിടെയൊക്കെ പോകാറുണ്ട്? അപ്പോഴെങ്കിൽ ആനിയ പറയുന്നുണ്ട് റിച്ച് ആയിട്ടുള്ള ഹോട്ടൽ പിന്നെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള മ്യൂസിയത്തിൽ പോകാറുണ്ട്. യെസ് കറക്റ്റ്, ഈ ഒരു ദിവസം നീ നല്ല രീതി ഓർത്തിരുന്നു. അത് ശരി, നിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും കള്ളത്തരം ചെയ്യുകയാണെങ്കിൽ നീ എന്ത് ചെയ്യും? അത് പിന്നെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ചാടി പോയിട്ട് ആ ഒരു കള്ളത്തരം ചെയ്ത് അവൻ്റെ മുഖത്ത് നോക്കി ഒരെണ്ണം പൊട്ടിക്കും എന്ന് അവൾ പറയുകയാണ്. അപ്പോൾ വയലറ്റ് അവൻ്റെ മനസ്സിൽ പറയണം നീ ആ ഒരു കാര്യം മാത്രം ഇന്നത്തെ ദിവസത്തിൽ നിന്ന് മറന്നുപോയാൽ മതിയായിരുന്നു. ശരി ഒരു ചെറിയൊരു കോഫി ബ്രേക്ക് എടുക്കുക എന്ന് പറഞ്ഞിട്ട് യൂറ് 2 കോഫി എഴുതിയതിനു ശേഷം അവർക്ക് രണ്ടുപേർക്കും കൊടുക്കുകയാണ്. യൂറും ഒരു വീട്ടമ്മയാവാൻ വേണ്ടി നല്ല ശ്രമിക്കുന്നുണ്ട്, അവൾ അവിടെ ഇരിക്കുന്ന എല്ലാ കാര്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആനി ആണെങ്കിൽ യൂറുണ്ടാക്കിയ കോഫി കുടിച്ചതിന് ശേഷം പറയാണ് അമ്മ ഉണ്ടാക്കിയ കോഫി നല്ല ടേസ്റ്റിയാണ് എന്ന് പറയാണ്. വയലറ്റ് നിന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ച് ഏറ്റവും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മിഷൻ എന്താണെന്ന് വെച്ചാൽ അത് ഇതാണ്, നീ എന്ത് വില കൊടുത്തും ഈ ഒരു മിഷൻ സക്സീഡ് ചെയ്യണം. അവിടെ വെച്ച് എപ്പിസോഡ് 3 എൻഡ് ആവുകയാണ്. ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരാഴ്ച ലേറ്റ് ആയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ക്രിസ്മസ്
ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബിസി ആയി പോയതാണ്. പിന്നെ കുറച്ച് മടിയും ഉണ്ടായിരുന്നു. എന്തായാലും വെക്കേഷൻ ഇന്നലത്തോടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തൊട്ട് ഡെയിലി വീഡിയോ വരുന്നതായിരിക്കും മുമ്പത്തെ പോലെ. അതുപോലെ തന്നെ 4-ാം തീയതി അല്ലെങ്കിൽ 5-ാം തീയതി ഒരു സർപ്രൈസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഈ എപ്പിസോഡ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ എപ്പിസോഡ് 2 എപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ തൊട്ട് തന്നെ എപ്പിസോഡ് 3 എഡിറ്റും തുടങ്ങിയത്. നല്ല മടി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആ ഒരു എഡിറ്റ് ഒരാഴ്ചയോളം പോയി. അങ്ങനെ ഇന്നാണ് എഡിറ്റ് തീർക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള സ്പൈ എക്സ് ഫാമിലിന്റെ മലയാളം എക്സ്പ്ലനേഷൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് Alan Explainer signing out.